മനസ്സിലായി, കമ്പനി പോലും കൊടുക്കാത്ത ഓഫർ 5 വർഷമാണ് വാറണ്ടി. ഓഫറിൽ കിട്ടാൻ പോകുന്ന സുഹൃത്തുക്കളെ, ഇതുപോലെ വീഡിയോ ചെയ്തിട്ടാണ് നിങ്ങളെല്ലാം പറ്റിക്കുന്നത്. നിങ്ങളൊരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഇത് യൂസ്ഡ് ലാപ്ടോപ്പോ മേടിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ പോയിട്ട് നമ്മളെ കയ്യിരിക്കുന്ന കാശ് കൊണ്ട് മേടിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനും ഉപകരിക്കാനും പറ്റണം. അപ്പോൾ 5 വർഷമാണ് നമ്മളൊരു വീഡിയോയിൽ കണ്ടത് വാറണ്ടി കൊടുക്കുന്നത്. അതായത് മാക് എന്ന് പറഞ്ഞ കമ്പനി എത്ര വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്? 1 ഇയർ. പക്ഷെ 5 വർഷമാണ് ഒരു ലാപ്ടോപ്പിന് അവർ വാറണ്ടി കൊടുക്കുന്നത്. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അവർ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവർ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് വാറണ്ടി കൊടുക്കുകയാണ്. കംപ്ലൈന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് പിന്നീട് പോവുക. ഇനിയിപ്പോൾ അഡ്രസ്സ് ഉണ്ടായി കഴിഞ്ഞാലും ഈ ലാപ്ടോപ്പുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത് വെളിനാടുകളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പുകളാണ് ഇവിടെ കൂടുതലും സെല്ല് ചെയ്യുന്നത്. റീഫാബ്രിക്കേറ്റഡ് ലാപ്ടോപ്പുകളാണ് ഇവിടെ വരുന്നത്. അതിൽ കൂടുതലും ചിലത് മദർ ബോർഡ് കംപ്ലൈന്റോ അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെറിയ കംപ്ലൈന്റ് വന്നിട്ടുള്ള സാധനത്തിന് റിപ്പയർ ചെയ്തും ഒരു 3 വർഷമൊക്കെ പുറം നാടുകളിൽ യൂസ് ചെയ്തിട്ട് ബാക്കി അവിടുന്ന് ഡംപ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ എക്സ്റ്റൻഡ് വാറണ്ടി ഇട്ടിട്ട് സെല്ല് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അതിന്റെ ആപ്പിൾ ID ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. അതുപോലെ മിക്ക ലാപ്ടോപ്പുകളും അതുപോലെ ഡെൽ ആയാലും HP ആയാലും ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഇങ്ങനെ മേടിച്ചിട്ടുള്ള ലാപ്ടോപ്പുകൾ കുറച്ച് കഴിയുമ്പോൾ അവരെ ആപ്പിൾ ID ലോക്കായി പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ യൂസ്ഡ് മാക് ഒക്കെ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക, മറ്റുള്ള സിസ്റ്റങ്ങൾ പോലെയല്ല നിങ്ങളുടെ മാക് ID ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന് പറയാൻ ഏതാണ്? അങ്ങനെ ഒന്നും ഉണ്ടോ? ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് കമ്പനികളുണ്ട്. ഡെൽ HP ബ്രാൻഡുകളൊക്കെ നല്ല ബ്രാൻഡുകളാണ്. പിന്നെ അതുപോലെ വേറെ ഏസർ അങ്ങനെയുള്ള ബ്രാൻഡുകളുണ്ട്. പക്ഷെ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ റീഫർബിഷ്ഡ് ഇതിന്റെ വരുന്നുണ്ട്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ചിപ്പ് ലെവൽ സർവീസ് ചെയ്തിട്ടും മറ്റ് കംപ്ലൈന്റുകൾ തീർത്തിട്ടും ഓൺലൈനിലടക്കം ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. റീഫർബിഷ്ഡ് അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിനെങ്ങനെ കുട്ടപ്പനാക്കാൻ എന്താ ചെയ്യുന്നത്? വല്ല സോൾവെന്റ് ഉപയോഗിക്കുന്നത്? അല്ലാതെ അവര് പോളിഷ് ചെയ്ത് ഇതില് പുറത്തെ സ്റ്റിക്കർ അടിച്ച് അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത് ഒക്കെയാണ് ലാപ്ടോപ്പുകൾ. അതായത് നമ്മളെ കയ്യിൽ ഈ സാധനം കിട്ടുമ്പോൾ കണ്ടാൽ പുത്തം പോലെ ഇരിക്കും, ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. ഈ വാറണ്ടി കണ്ട് ഓഫർ കണ്ട് പോയി മേടിക്കുന്നവര് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലാപ്ടോപ്പിന്റെ ഉള്ളില് ഒരു ബോർഡ് ഉണ്ട് അല്ലേ? അത് ചിപ്പ് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കംപ്ലൈന്റ്സ് അറിയാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിയുമ്പോൾ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെ, ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ചിപ്പ് ലെവലിൽ കൊടുത്ത് ശരിയാക്കാൻ പറ്റൂ? ചിപ്പ് ലെവലിൽ മെയിൻ IC ഒക്കെ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കൊടുത്ത കാശ് പോയി എന്നർത്ഥം. അതായത് നിങ്ങൾക്ക് ഇവർക്ക് നേരെ കംപ്ലൈന്റ് റേസ് ചെയ്യാനോ കൺസ്യൂമർ കോർട്ടിൽ പോകാനോ ഒന്നും സാധിക്കില്ല. ഇത് നന്നായി അറിയുന്നവർ തന്നെയാണ് ഇതുപോലെ യൂസ്ഡ് ലാപ്ടോപ്പുകളും റീഫാബ്രിക്കേറ്റഡ് ലാപ്ടോപ്പുകളൊക്കെ ഓൺലൈനിൽ ബ്ലോഗർമാർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തം ചാനൽ വഴിയൊക്കെ തട്ടിപ്പ് നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയൊരു ലാപ്ടോപ്പ് മേടിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിമം കോൺഫിഗറേഷനൊക്കെ വെച്ചിട്ട് ഏത് ബ്രാൻഡാണ്, ഇപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡിന് പ്രൊമോഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, കുഴപ്പമില്ലാതെ ഇപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? HP, Lenovo, ഡെൽ അങ്ങനെ ബ്രാൻഡുകളൊക്കെ അത്യാവശ്യം മൂവബിളായ ബ്രാൻഡുകളാണ്. പിന്നെ ഇതിലെന്താന്ന് വെച്ചാൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടിയും ഓരോ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ട് മേടിക്കുന്നവർക്ക് അങ്ങനെ ഉപകാരപ്രദമാവും. അത് ഞാൻ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചത് ഏസറിന്റെ ഒരു ഹൈ കോൺഫിഗറേഷൻ ലാപ്ടോപ്പ് ആയിരുന്നു. അന്ന് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സ്റ്റൻഡഡ് വാറണ്ടിയെ കുറിച്ച് എൻ്റെ അടുത്ത് പറയാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയി. വാറണ്ടി പീരീഡ് കഴിഞ്ഞ സമയത്ത് കംപ്ലൈന്റ് ആയപ്പോൾ വന്നത് വലിയൊരു തുകയാണ്. കാരണം ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തുള്ള ലാപ്ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോൾ കംപ്ലൈന്റ് ആയപ്പോൾ എനിക്ക് വരുന്നത് വലിയൊരു എമൗണ്ട് ആണ്. എന്നാൽ ഞാൻ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിരുന്നെങ്കിൽ എനിക്ക് കമ്പനിയുടെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിരുന്നെങ്കിൽ എനിക്കത് ഫ്രീ ആയി സർവീസ് ചെയ്ത് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെൽ ആയിക്കോട്ടെ HP ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ ആണെങ്കിൽ അതത് കമ്പനിയുടെ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാൻ നോക്കുക. അതുകൂടാതെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പുണ്ട് അല്ലേ എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ പേരിൽ? അതെന്തായിരുന്നു? മാർക്കറ്റിൽ വേറെ കമ്പനീസ് അല്ലാണ്ട് അതർ പാർട്ടീസ് കൊടുക്കുന്ന വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ റീഫർബിഷ്ഡ് തന്നെ കൊടുക്കുന്ന ഒരു കേസിൽ വരുന്നത് അവർ തന്നെ വാറണ്ടി കൊടുത്തിട്ട് അവർ തന്നെ കയ്യിൽ നിന്നിട്ട് വാറണ്ടി കൊടുത്തിട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്ഥലത്ത് ചെന്നാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. അത് കറക്റ്റ് അവരുടെ നിങ്ങൾ കറക്റ്റ് അതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ HP ഡെല്ലോ വേറെ ഏത് ബ്രാൻഡിന്റെ ആയാലും ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ അതത്
കമ്പനിയുടെ തന്നെ എക്സ്റ്റൻഡർ വാറണ്ടി അന്ന് തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ പുതിയത് മേടിക്കുകയാണെങ്കിൽ അന്ന് തന്നെ. അതല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെയാണ് മിനിമം എക്സ്റ്റൻഡർ വാറണ്ടി കിട്ടുന്ന തോന്നുന്നില്ലേ? ചില കണ്ടീഷനിൽ അത് ആക്ടിവേറ്റ് ചെയ്ത് ദിവസത്തിനുള്ളിൽ അത് ചെയ്യണം. ഓരോ കമ്പനിക്കും ഓരോ തരം പോളിസീസ് ആണ്. പക്ഷേ എക്സ്റ്റൻഡർ വാറണ്ടി നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് അപ്പോൾ വരുന്ന 2000-5000 ആണെങ്കിൽ അത് ഒരിക്കലും നോക്കരുതെന്നേ പറയുള്ളൂ. കാരണം കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അല്ലേ. അത് മാത്രമല്ല, ഇപ്പോ എടുക്കുന്ന ലാപ്പുകൾ മുമ്പത്തെ ജനറേഷൻ ലാപ്ടോപ്പുകളാണ്. 7th 6th 4th അങ്ങനത്തെ എയർലി ഉള്ള ലാപ്ടോപ്പുകളാണ്. അതിൽ എന്താണെന്ന് വെച്ചാൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെപ്പറേറ്റ് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ കൊടുക്കുക. പക്ഷേ കമ്പനി ഇട്ടിരിക്കുന്ന ജനറേഷൻ ഇപ്പോൾ വരുന്നത് 14th 15th ജനറേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഡംപ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് മേടിക്കുന്നത്. കാരണം കാലക്രമേണ ഇത് മുന്നോട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ റീഫാബ്രിക്കേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇതാണ്. പുതിയത് മേടിക്കുമ്പോൾ എക്സ്റ്റൻഡഡ് വാറണ്ടി മേടിക്കുക. ഈ റീഫാബ്രിക്കേഷൻ ആയിട്ടുള്ള ലാപ്ടോപ്പുകൾ മേടിക്കുമ്പോൾ അവർ പറയുന്ന വാറണ്ടി കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയി മേടിക്കാതിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അത്രയും സിസ്റ്റത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം. ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഊരി നോക്കി തന്നെ മേടിക്കണം എന്ന് തന്നെയാണ് പറയാം അല്ലേ. അതായത് ഊരി നോക്കി കഴിഞ്ഞാൽ അറിയാം ബോർഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. അതെ ചിപ്പ് ലെവൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചെറിയ കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡെസ്ക്ടോപ്പുകൾ അല്ലേ. ഡെസ്ക്ടോപ്പുകളാണ്, റീഫാബ്രിക്കേഷൻ അല്ല, ഡെസ്ക്ടോപ്പുകളുണ്ട്. അപ്പൊ അതിലെ ഒരു പീസ് നമ്മളിവിടെ കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഡെസ്ക്ടോപ്പുകൾ മേടിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ അണ്ണൻ തമ്പിയുടെ ഓഫറിൽ വന്നിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പാണ് ഈ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബെഡ് ടൈപ്പ് സിസ്റ്റം പോലെ തോന്നും, പക്ഷേ വളരെ സ്ലിം ആണ് അല്ലേ. ഇതിലുള്ള ഒരു പ്രശ്നം എന്താണ്? ഇതില് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കമ്പനി പുറത്തുനിന്ന് വരുന്ന സംഭവങ്ങളാണ് ഈ ഡെസ്ക്ടോപ്പ്. പക്ഷെ ഇതിലെന്താ വെച്ചാൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SMBSന്റെ പാർട്ട് മാറ്റണമെങ്കിൽ തന്നെ 4000-5000 ഒക്കെ റേറ്റ് വരും. അത് സാധാരണ നമ്മുടെ SMBSന് എത്ര വില വരുന്നുണ്ട്? സാധാരണ ഒരു 1000 റേഞ്ചിലൊക്കെ വരും. 1000-1200 വരുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ SMBS മാറ്റാൻ നമുക്ക് പറ്റില്ല സുഹൃത്തുക്കളെ. നമ്മൾ കാണുമ്പോ എന്താണ് ഇതാ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ i3 കോൺഫിഗറേഷനൊക്കെയാണ്. പക്ഷെ ജനറേഷൻ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ഓൾഡ് ജനറേഷൻസ് ആണ് ഇതിൽ വരുന്നത്. പേരില് i3 ആണെങ്കിലും നമ്മളെ സിസ്റ്റം എന്ന് പറയുന്നത് പഴയ ജനറേഷൻ ആണെന്നുള്ളതാണ്. ഇത് ഡെസ്ക്ടോപ്പ് കൂടുതലും ചെയ്യുന്നത് സ്കൂളുകള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഇത് വില കുറവെന്ന് പറഞ്ഞിട്ട് അവർ വിൽക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ വെച്ചാൽ കുറച്ച് നാള് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ പാർട്ട് കംപ്ലൈന്റ് വരികയാണ്. മദർ ബോർഡ് കംപ്ലൈന്റ് വന്നത് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കമ്പനി ഇത് ഇറക്കുന്നില്ല. അപ്പോ ഇതിൽ സർവീസ് ചെയ്താൽ തന്നെ അത് ലോങ് ലൈഫും ഇല്ല. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനത്തെ PC-കൾ പോയി എടുക്കുന്നത് പരമാവധി ഒഴിവാക്കും. അതായത് നോക്കി വെച്ചോതാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളെ നാട്ടില് പലതരത്തില് വീഡിയോ ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പൊ കാണുന്ന ഒരു ലാഭം, വലിയൊരു ഓഫറൊക്കെ കണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ചെലവാക്കുന്ന കാശ് കുറച്ച് കൂട്ടി നല്ലൊരു സിസ്റ്റം നിങ്ങൾ അസംബിളി ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് വരുന്നതോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഇതുപോലുള്ള സംഗതികൾ മേടിച്ചാലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ നോക്കിയാൽ കാണാം. സാധാരണ ഒരു PC പോലെ തന്നെയാണ് ബാക്ക് വെച്ചെങ്കിൽ ഇതിന്റെ SMBS, ഇതിന്റെ ഉള്ളിൽ വരുന്ന മദർ ബോർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് വന്നാൽ ശരിയാക്കാൻ പറ്റില്ല. ചിപ്പ് ലെവലിലാണെങ്കിൽ പോലും അതിന്റെ മെയിൻ IC-കളൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കട്ടപ്പുറത്ത് വെക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് വാറണ്ടി 5 വർഷം 10 വർഷം ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ചെലവിൽ നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത് ശരിയാക്കിയിട്ട് തരാന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളെ ചെലവിൽ തന്നെ കൊറിയർ അയച്ചിട്ട് കാശ് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കണം അല്ലേ. അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ ഇത് അങ്ങനെ അണ്ണൻ തമ്പി ഓഫറിൽ ഉണ്ടായിരുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആയിരുന്നു ഇത്. ഇതൊരു കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതില് സർവീസ് ചെയ്യാൻ പറ്റാത്ത കാരണം വേറെ പുതിയൊരു PC അസംബിൾ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തു, ഇന്നാണ് കാര്യങ്ങൾ. അപ്പൊ അതിനെ കാണിച്ചും കൊടുത്തു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ ഇനി നമ്മള് ഒരു ഡെസ്ക്ടോപ്പ് മേടിക്കാൻ വേണ്ടി പോകുന്ന ആളാണ്. അപ്പൊ അസംബിൾഡ് PC ആണോ അല്ല ബ്രാൻഡഡ്? ഇപ്പൊ ഡെല്ലിന്റെ ഒക്കെ നമ്മള് പക്ക അതായിട്ടുള്ള വരുന്നുണ്ട് അല്ലേ, ഫിക്സ് ആയിട്ടുള്ള വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു PC പോകുന്ന അസംബിൾഡ് PC ആണോ വരുന്നത്? അത് ഓരോരുത്തരുടെ പർപ്പസിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് തന്നെ
സ്പെസിഫിക് ആയിട്ട് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം. റാം 8GB 16GB 32GB അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാം. അതേപോലെ SMBS അവർക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ക്യാബിനറ്റ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മറ്റേ കമ്പനി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഫിക്സഡ് ആയിട്ട് ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും. പക്ഷെ കമ്പനിയുടെ അകത്താണെങ്കിലും ഹാർഡ് ഡിസ്ക് വേറെ കമ്പനിയുടെ, റാം വേറെ കമ്പനിയുടെ, ഇതൊക്കെ നമ്മൾ അറിയാത്ത കുറച്ച് പുകമറകളാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് ബ്രാൻഡിന്റെ പോവുകയാണെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. ഇപ്പൊ 512GB ഹാർഡ് ഡിസ്ക് ആണ്, 6GB റാം ആയിരിക്കും, ഗ്രാഫിക് കാർഡ് ഉണ്ടായിരിക്കില്ല, നിങ്ങൾക്ക് ഗ്രാഫിക് കാർഡ് ഇടാനുള്ള സ്ലോട്ടുകൾ ഉണ്ടായിരിക്കില്ല, അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു അസംബിൾഡ് PCക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോർഡ് എടുക്കാം, കസ്റ്റം ചെയ്ത് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളിപ്പോ ഒരു ഗ്രാഫിക് കാർഡ് ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ലോട്ടുള്ള മദർ ബോർഡുകൾ വാങ്ങുക. ഇപ്പൊ SSD, NVMe എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ വരുന്നുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ടെക്നോളജി വൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടാണ് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രൊസസറിന്റെ ജനറേഷൻ അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനെ എപ്പോഴും എടുക്കാൻ നോക്കുക അല്ലേ? ഇനി അതിന് കുറച്ച് ബാക്ക് വേർഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ ഒരു ചെറിയ ഓഫീസ് പർപ്പസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് കോൺഫിഗറേഷനിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു i3 ഒക്കെ മതിയായിരിക്കും. മിനിമം i3 ആണെങ്കിൽ ഓഫീസ് യൂസും അത്യാവശ്യം ഹോം യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അതിനും കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ ഒരു i5ലേക്ക് പോവാം. പിന്നെ എന്താ വെച്ചാൽ ആൾക്കാർക്ക് ചിലർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന PCകളുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ NVMe SSD ഒക്കെയാണ് പവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ പണ്ടത്തെ പോലെ കുറെ ക്രാഷ് ആവുന്ന പ്രശ്നങ്ങളും അതുപോലെ കംപ്ലൈന്റ് വരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എല്ലാവരും വാറണ്ടി കിട്ടുന്നുണ്ട് അല്ലേ? വാറണ്ടി ഇല്ലായൊന്നും വരുന്നില്ല. മദർ ബോർഡിനുണ്ട്, റാം, SMBSനെല്ലാം വാറണ്ടി ഉണ്ട്. അതാത് കമ്പനികളാണ് കൊടുക്കുന്നത്, അല്ലാതെ നമ്മൾ പുറത്തൊരു ടീമുകൾ സെപ്പറേറ്റ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് ഇതുപോലെ ഇപ്പൊ നമ്മൾ കണ്ട ലാപ്ടോപ്പ് പോലെ ഈ ഡെസ്ക്ടോപ്പ് പോലെ ഉള്ള ഓഫറുകളൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഓടിപ്പോയിട്ട് മേടിക്കാതിരിക്കുക. മാക്കും ആപ്പിളൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ പലരും യൂസ് ചെയ്ത് തുടങ്ങി 1 മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേനും ആ സിസ്റ്റങ്ങൾ ലോക്ക് ആവുന്ന അല്ലെങ്കിൽ ഒരാളുടെ മാക് ID ലോക്ക് ആവുന്ന അവസ്ഥകളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വഞ്ചിതരാകാതിരിക്കുക. പലരും വീഡിയോ ചെയ്തിട്ട് പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ അസംബ്ലിക്ക് PC ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡെസ്ക്ടോപ്പ് അസംബ്ലി ചെയ്യാനോ അസംബിൾഡ് PCയോ അല്ലെങ്കിൽ ബ്രാൻഡഡ് PCയോ ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കാനൊക്കെ ആണെങ്കിൽ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. ഇവരെ സ്ഥാപനമുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ നമ്മളെ കുറുക്കഞ്ചേരി റോഡിനടുത്താണ് വരുന്നത് അല്ലേ? മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇവർ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കമ്പ്യൂട്ടർ ഷോപ്പ് നടത്തുന്നവരുണ്ടാവും. ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെന്ന് നിങ്ങളുടെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഒരു ഡെസ്ക്ടോപ്പ് അസംബ്ലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട മോണിറ്ററൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഓഫീസ് പർപ്പസ് ആണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും ഹൈ എൻഡ് കോൺഫിഗറേഷന് പോകരുത്. പിന്നെ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചുള്ള മേടിക്കാം. എഡിറ്റിംഗ്, വീഡിയോ, ഫോട്ടോഗ്രാഫി ഒക്കെ വരുന്നവർ കോൺഫിഗറേഷനുള്ള സിസ്റ്റം എടുക്കുക, ഗ്രാഫിക് കാർഡുള്ള എടുക്കുക ലാപ്ടോപ്പ് എടുക്കുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് എക്സ്റ്റൻഡഡ് വാറണ്ടി ചോദിച്ചു മേടിക്കുക. കമ്പനിയുടെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി ചോദിക്കുക. അവിടെയുള്ള ചിലപ്പോൾ എക്സിക്യൂട്ടീവ് പറയും ഞങ്ങളുടെ ABC എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിന് എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുക്കുന്നത് നിങ്ങളെ ലാപ്ടോപ്പിന്. അപ്പോൾ അതിന് 5000 രൂപ 3000 രൂപ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചതിയിൽ പെടാതിരിക്കുക. നിങ്ങൾ അപ്പോൾ പ്രത്യേകം പറയുക ഞാൻ എടുക്കുന്ന ഡെൽ ആണെങ്കിൽ ഡെൽ, HP ആണ് HP, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിന്റെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ അത് കാശ് കൊടുത്തെടുക്കുക അല്ലേ? അപ്പോൾ ഇതുപോലെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.